എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ റെയിൽവേയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉറപ്പായും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ കേരളത്തിന്റെ റെയിൽവേ ചരിത്രവും നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് നോക്കാം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിത്തന്നെ ഉണ്ടാക്കിയ ഈയൊരു വിവരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈയൊരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടിത്തുടങ്ങിയ ആ കാലം തൊട്ട് നമ്മൾ തുടങ്ങും. പിന്നെ ഇന്നത്തെ റെയിൽവേ നെറ്റ്വർക്ക് എങ്ങനെയുണ്ട്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ് എന്നൊക്കെ പരിചയപ്പെടും. അവിടെ നിന്ന് നമ്മൾ നേരെ വരും ആധുനിക മെട്രോയുടെ യുഗത്തിലേക്ക്. അവസാനം പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഉറപ്പിച്ച് കുറച്ച് ചോദ്യങ്ങളിലൂടെ നമ്മുടെ ഓർമ്മശക്തി ഒന്ന് ടെസ്റ്റ് ചെയ്യും. റെഡിയല്ലേ? ശരി, അപ്പം നമുക്ക് തുടങ്ങാമല്ലേ? കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായിട്ട് ഒരു തീവണ്ടിയുടെ ചൂളം വിളി മുഴങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരള റെയിൽവേയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്കതിനെ പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് 1861 ബ്രിട്ടീഷുകാരുടെ കാലത്ത് മലബാറിൽ ആദ്യമായി ട്രെയിൻ ഓടിത്തുടങ്ങിയ ആ സമയം. പിന്നെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് 1904 അത് തിരുവിതാംകൂറിലേക്കും എത്തി. ഏറ്റവും ഒടുവിൽ 2017 കൊച്ചി മെട്രോ വന്നതോടെ കേരളം റെയിൽ ഗതാഗതത്തിന്റെ ഒരു പുതിയ മോഡേൺ യുഗത്തിലേക്ക് കാലെടുത്തു വെച്ചു. ഇനി പറയാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചു കാര്യങ്ങളാണ്. നന്നായി ശ്രദ്ധിക്കണം. ഓർത്തുവെക്കുക, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത വരുന്നത് 1861 മാർച്ച് 12-നാണ്. എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ബേപ്പൂർ തുറമുഖത്തെയും തിരൂരിനെയും കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു അത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നെന്നറിയോ? മലബാറിലെ തോട്ടങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ എളുപ്പത്തിൽ തുറമുഖത്തെത്തിക്കുക എന്നതായിരുന്നു. പിന്നീട് 1904 തിരുവിതാംകൂറിലെ ആദ്യത്തെ പാത വന്നു. അത് പുനലൂർ ചെങ്കോട്ട ലൈനാണായിരുന്നു. അതുകഴിഞ്ഞ് 1907 റെയിൽ മെയിൽ സർവീസ് തുടങ്ങിയതോടെ അന്നത്തെ ആശയവിനിമയ രംഗത്ത് അതൊരു വലിയ വിപ്ലവം തന്നെയായിരുന്നു. അപ്പോ ആദ്യത്തെ പാളങ്ങൾ വന്ന കഥയൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് കേരളത്തിലെ റെയിൽവേ ശൃംഖല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആരാണിതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന സോണുകൾ, ഡിവിഷനുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെയാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണം. കേരളത്തിൽ ആസ്ഥാനമുള്ള, അതായത് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള റെയിൽവേ ഡിവിഷനുകൾ 2 പക്ഷേ കേരളത്തിലെ റെയിൽപാതകൾ മൊത്തത്തിൽ വരുന്നത് 3 ഡിവിഷനുകളുടെ കീഴിലാണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ വ്യക്തമായിട്ട് നോക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. കേരളം മുഴുവനായും വരുന്നത് ഒരൊറ്റ സോണിന് കീഴിലാണ്. അതാണ് ദക്ഷിണ റെയിൽവേ അഥവാ സദേൺ റെയിൽവേ. ഇനി ഈ സോണിന് കീഴിലാണ് ഡിവിഷനുകൾ വരുന്നത്. കേരളത്തിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള 2 ഡിവിഷനുകളുണ്ട്. ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഡിവിഷനായ തിരുവനന്തപുരം, 2 കേരളത്തിലെ ആദ്യത്തെ ഡിവിഷനായ പാലക്കാട്. ഇതിന്റെ പഴയ പേര് ഒളവക്കോടെന്നായിരുന്നു, അതും ഓർത്തുവെച്ചോളൂ. ഇനി മൂന്നാമത്തെ ഡിവിഷൻ ഏതാണെന്നല്ലേ? അത് തമിഴ്നാട്ടിലെ മധുര ഡിവിഷനാണ്. അതിന്റെ ഒരു ചെറിയ ഭാഗം, അതായത് കൊല്ലം ജില്ല, ആ ഡിവിഷന്റെ കീഴിലാണ് വരുന്നത്. അപ്പോ ഈ 3 ഡിവിഷനുകളും ചേർന്നാണ് കേരളത്തിലെ റെയിൽവേയെ നിയന്ത്രിക്കുന്നത്. കേരളത്തിലാകെ എത്ര റെയിൽവേ ജംഗ്ഷനുകളുണ്ട്? 5. ഇതിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജംഗ്ഷൻ കൊല്ലമാണ്. പക്ഷേ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഷൊർണൂരാണ്. എന്താണ് ഷൊർണൂരിന്റെ പ്രത്യേകത? 4 ദിശകളിൽ നിന്ന്, അതായത് 4 വഴികളിൽ നിന്ന് ട്രെയിൻ പാതകൾ വന്നു ചേരുന്ന കേരളത്തിലെ ഒരേയൊരു ജംഗ്ഷനാണ് ഷൊർണൂർ. ഇത് പരീക്ഷകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, മറക്കരുത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. PST സ്ഥിരമായി ചോദിക്കുന്ന ഒന്ന്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ട്രെയിൻ ഓടുന്നില്ല. വയനാട്, ഇടുക്കി, ഈ 2 ജില്ലകളിൽ റെയിൽപാതകളേയില്ല. ഇത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം. റെയിൽവേയുടെ ചരിത്രമെന്ന് പറയുമ്പോൾ അത് വെറും പാളങ്ങളുടെയും ട്രെയിനുകളുടെയും മാത്രം കഥയല്ല. അതിനു പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് സാങ്കേതിക മുന്നേറ്റങ്ങളുണ്ട്, പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് കടക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ വലിയ പങ്കുവഹിച്ച 3 മലയാളികളെ നമുക്ക് പരിചയപ്പെടാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ഒരു മലയാളിയായിരുന്നു, ഡോക്ടർ ജോൺ മത്തായി. പിന്നീട് പനമ്പള്ളി ഗോവിന്ദമേനോനും കേന്ദ്ര റെയിൽവേ മന്ത്രിയായി. ഇനി ആധുനിക ഇന്ത്യയുടെ റെയിൽ വികസനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ മെട്രോമാൻ എന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഈ ശ്രീധരൻ. കൊങ്കൺ റെയിൽവേ, ഡൽഹി മെട്രോ, അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിയാത്ത പദ്ധതികൾ കുറവാണ്. മെമു, ഡെമു, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇത് സിമ്പിളാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ.
മെമു ഓടണമെങ്കിൽ ട്രെയിനിന് മുകളിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈൻ വേണം. അതിൽ നിന്നാണ് അതിന് കറണ്ട് കിട്ടുന്നത്. എന്നാൽ ഡെമുവിന് അതിന്റെ ആവശ്യമില്ല. കാരണം വൈദ്യുതി ഉണ്ടാക്കാനുള്ള ഒരു ഡീസൽ എഞ്ചിൻ അതിനകത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക് ലൈൻ ഇല്ലാത്ത ട്രാക്കിലൂടെയും ഡെമുവിന് സുഖമായി ഓടാൻ പറ്റും. കേരളത്തിലെ ആദ്യത്തെ മെമു സർവീസ് കൊല്ലം-എറണാകുളം റൂട്ടിലായിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡെമു സർവീസ് എവിടെയായിരുന്നു എന്നറിയോ? അത് നമ്മുടെ എറണാകുളം-ആലുവ റൂട്ടിലായിരുന്നു. കേരള റെയിൽവേയുടെ ചരിത്രത്തിലെ മറക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 ദുരന്ത നിമിഷങ്ങളാണിത്. 1988-ലെ പെരുമൺ ദുരന്തവും 2001-ലെ കടലുണ്ടി ദുരന്തവും. ഈ തീയതികൾ ചരിത്രപരമായ പ്രാധാന്യമുള്ളതുകൊണ്ട് പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ നമ്മൾ പരമ്പരാഗത റെയിൽവേയിൽ നിന്ന് മാറി നമ്മുടെ നഗരങ്ങളിലെ യാത്രകൾക്ക് പുതിയൊരു മുഖം നൽകിയ മെട്രോയുടെ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2017 ജൂൺ 17 കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു അത്. കൊച്ചി മെട്രോയുടെ വരവെന്ന് പറയുന്നത് വെറുമൊരു പുതിയ ട്രെയിൻ സർവീസ് തുടങ്ങിയതുപോലെ ആയിരുന്നില്ല. മറിച്ച് നമ്മുടെ നഗരങ്ങളിലെ യാത്രാരീതികളിൽ ഒരു പുതിയ യുഗത്തിന് തന്നെ അത് തുടക്കം കുറിച്ചു. കൊച്ചി മെട്രോയ്ക്ക് മറ്റ് മെട്രോകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാജ്യത്ത് തന്നെ ശ്രദ്ധേയമാക്കുന്ന ചില കാര്യങ്ങളാണിത്. റെയിൽ, റോഡ്, ജലം ഈ 3 ഗതാഗത മാർഗങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനമാണ് കൊച്ചി മെട്രോ. അതുമാത്രമല്ല, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തൊഴിൽ നൽകിയ ആദ്യത്തെ സർക്കാർ സ്ഥാപനം എന്ന ബഹുമതിയും കൊച്ചി മെട്രോയ്ക്കാണ്. പിന്നെ വിദ്യാർത്ഥികൾക്കായി വിദ്യ എന്ന പേരിലൊരു പ്രത്യേക കാർഡുമുണ്ട്. കെ-റെയിൽ അഥവാ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2017 രൂപീകരിച്ച ഈ കമ്പനി കേരള സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ചേർന്നുള്ളൊരു ജോയിന്റ് വെഞ്ചറാണ്. ഇതിന്റെ ഉടമസ്ഥാവകാശം എങ്ങനെയാണെന്ന് വെച്ചാൽ 51% ഓഹരി നമ്മുടെ സംസ്ഥാന സർക്കാരിനും ബാക്കി 49% കേന്ദ്ര സർക്കാരിനുമാണ്. ശരി, അപ്പം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വളരെ വേഗത്തിലൊന്ന് ഓർത്തെടുക്കാനുള്ള സമയമായി. അവസാന നിമിഷത്തെ റിവിഷന് ഈ ഭാഗം നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഈ തീയതികൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ, ഉറപ്പായും ഉപകാരപ്പെടും. 1861-ലെ ആ ആദ്യത്തെ റെയിൽപാതയിൽ തുടങ്ങി 2017-ലെ കൊച്ചി മെട്രോ വരെ ഓരോ തീയതിയും കേരള റെയിൽവേയുടെ വളർച്ചയിലെ ഓരോ വലിയ നാഴികക്കല്ലുകളാണ്. ഇതും പരീക്ഷകളിൽ സ്ഥിരമായി വരുന്ന ചില ചോദ്യങ്ങളാണ്. കേരളത്തിൽ നിന്ന് ദിവസവും ഓടുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഏതാണ്? കേരള എക്സ്പ്രസ്. എന്നാൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ട്രെയിൻ ചോദിച്ചാൽ അത് വിവേക് എക്സ്പ്രസ് ആണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽപാലം വേമ്പനാട് റെയിൽപാലമാണെന്നും മറക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടല്ലോ അല്ലേ? എങ്കിൽ പിന്നെ നിങ്ങളുടെ ഓർമ്മശക്തി നമുക്കൊന്ന് പരീക്ഷിക്കാം. റെഡിയല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മനസ്സിൽ കണ്ടെത്താൻ ശ്രമിക്കണേ. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ റെയിൽപാതകളില്ലാത്ത 2 ജില്ലകൾ ഏതെല്ലാമാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. കിട്ടിയോ? അതെ, വയനാടും ഇടുക്കിയുമാണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ റെയിൽവേ ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച മലയാളി ആരായിരുന്നു? ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അത് ഡോക്ടർ ജോൺ മത്തായിയാണ്. ഇനി നമ്മുടെ അവസാനത്തെ ചോദ്യം, മെമു, ഡെമു എന്നീ ട്രെയിനുകൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? ഓർമ്മയുണ്ടല്ലോ അല്ലേ? മെമു ഓടാൻ മുകളിൽ ഇലക്ട്രിക് ലൈൻ വേണം. ഡെമോ ആണെങ്കിൽ അതിനകത്തുള്ള ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് സ്വന്തമായി വൈദ്യുതി ഉണ്ടാക്കും. അപ്പോൾ 1861-ലെ ആ പഴയ ആവി എഞ്ചിനിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ഹൈടെക് മെട്രോ വരെ എത്തി നിൽക്കുന്ന കേരള റെയിൽവേയുടെ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിവരങ്ങൾ നിങ്ങളുടെ പഠനത്തിന് സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ പഠനം നന്നായി മുന്നോട്ടു പോകട്ടെ.